Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. കവിയൂർ പൊന്നമ്മയുടെ വിയോഗം മലയാള സിനിമയ്ക്ക് മാത്രമല്ല ജനസേവ എന്ന സാമൂഹ്യ സേവന കൂട്ടായ്മയ്ക്കും നികത്താനാകാത്ത ഒരു നഷ്ടമാണ്. കഴിഞ്ഞ 22 വർഷത്തോളമായി ജനസേവയിലെ ആയിരക്കണക്കിന് കുട്ടികളെ നെഞ്ചോട് ചേർത്തുവച്ച അമ്മയായിരുന്നു പൊന്നമ്മ. ജനസേവാ ചെയർമാൻ ജോസ് മാവേലിയുടെ നേതൃത്വത്തിൽ നടന്ന കവിയൂർ പൊന്നമ്മ അനുസ്മരണം വികാര നിർഭരമായ ഒരു വേദിയായി മാറി. സിനിമാ ആസ്വാദകരുടെ മാതൃഹൃദയമായിരുന്നു കവിയൂർ പൊന്നമ്മ. അതോടൊപ്പം പൊന്നമ്മ ചേച്ചിയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന വർണ്ണശലഭങ്ങളായിരുന്നു ജനസേവയിലെ കുട്ടികൾ. പൊന്നോമനകൾക്ക് പൊന്നമ്മ നൽകിയ മുത്തങ്ങൾക്കും തിരികെ പൊന്നമ്മയ്ക്ക് പൊന്നുമക്കൾ നൽകിയ മറുചുംബനങ്ങൾക്കും കണക്കില്ല. അതിനാൽ തന്നെ പൊന്നമ്മ ഇല്ലാത്തൊരു പ്രവർത്തനം ജനസേവയ്ക്കും ജനസേവയിൽ നിന്ന് വേറിട്ടൊരു ജീവിതം കവിയൂർ പൊന്നമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല. 2002 കവിയൂർ പൊന്നമ്മ ജനസേവാ ശിശുഭവന്റെ രക്ഷാധികാരിയായി രംഗത്തു വരുന്നത്. പട്ടിണിക്കോലങ്ങളായ നൂറുകണക്കിന് കുട്ടികളെ നെഞ്ചോട് ചേർത്ത് കവിയൂർ പൊന്നമ്മയും ജോസ് മാവേലിയും ഡോക്ടർ ടോണി ഫെർണാണ്ടസും അഡ്വക്കേറ്റ് ചാർലി പോളും അടങ്ങിയ ടീം അവരെ സാമൂഹ്യ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. ജനസേവയുടെ പിഞ്ചോമനകൾ ഇന്ന് കലാ, കായിക, സർക്കാർ, സാംസ്കാരിക മേഖലകളിലെ ഉന്നത പദവികളിൽ വിരാജിക്കുന്നത് പൊന്നമ്മ ചേച്ചിക്ക് നൽകുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലിയാണെന്ന് ചെയർമാൻ ജോസ് മാവേലി പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ ബ്രദറായ മനോജിൻ്റെ ഭാര്യയായ ജയ മനോജും ഒപ്പം തന്നെ മകളുടെ പേരൊന്നും പറയണം, ഭാവന മോളും നമ്മളൊപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് ഈ അനുശോചന ചടങ്ങിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളൊരു വലിയ സങ്കടത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരും. പൊന്നമ്മ ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു മുതൽക്കൂട്ടായിരുന്നു പൊന്നമ്മ ചേച്ചി. ജനസേവാ ശിശുഭവനെ കുറിച്ച് പറയുമ്പോൾ ജനസേവയിലെ ഓരോ മക്കളുടെയും കണ്ണിലുണ്ണിയായി കവിയൂർ പൊന്നമ്മ ചേച്ചിയെ നോക്കിയിരുന്നു. മക്കൾക്ക് ഒരു അമ്മ എന്നല്ല, അതിനുപരി ഒരു സ്നേഹസമ്പന്ന അമ്മയായിട്ടാണ് പൊന്നമ്മ ചേച്ചി നടന്നിരുന്നത്. കഴിഞ്ഞ 22 വർഷത്തോളമായി ജനസേവാ ശിശുഭവനുമായിട്ട് പൊന്നമ്മ ചേച്ചി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വന്നിരുന്നു. നിരവധി പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴെല്ലാം പൊന്നമ്മ ചേച്ചിയുടെ ധൈര്യം ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരുന്നു. ഒരു കൊച്ചിൻ്റെ കഥ തന്നെ പറയുകയാണെങ്കിൽ, വേലുമുരുകൻ എന്നൊരു കുട്ടിയെ വിഷാദ സംഘം പെട്രോൾ ഒഴിച്ച് കത്തിച്ച് പൊള്ളിച്ചു. എന്നിട്ട് റെയിൽവേ ട്രാക്കിൽ തള്ളിയിട്ടു. ആ കൊച്ച് മരണാസനായി കിടക്കുമ്പോൾ ആ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങളെല്ലാവരും തുനിഞ്ഞു. അങ്ങനെ കുറേ ചികിത്സ നടത്തി കഴിഞ്ഞു. അപ്പോൾ പൊന്നമ്മ ചേച്ചി ഈ വാർത്ത കണ്ടാണ് ജനസേവാ ശിശുവിൽ വരുന്നത്. പൊന്നമ്മ ചേച്ചി ഈ വേലുമുരുകൻ എന്ന് പറഞ്ഞ കൊച്ചിനെ കണ്ടതിന് ശേഷം പിന്നെ എല്ലാ ദിവസവും തന്നെ അവിടെ വരികയും ആ കൊച്ചിന് വേണ്ട എല്ലാ സന്തോഷവും കൊടുത്ത് ആ കൊച്ചിനെ ബൂസ്റ്റപ്പ് ചെയ്തു കൊണ്ടു. അങ്ങനെ ഓരോ കുട്ടികളെയും പൊന്നമ്മ ചേച്ചി പേരെടുത്ത് പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ജനസേവാ ശിശുഭവന് ഞങ്ങളുടെ ഒരു നട്ടെല്ലായിരുന്നു. ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ആയിരുന്നു ജനസേവയുടെ ആദ്യത്തെ ഫൗണ്ടറായിട്ട് വന്ന ആള്. അത് പിന്നീടാണ് കവിയൂർ പൊന്നമ്മയൊക്കെ വന്നത്. അപ്പോൾ ഡോക്ടർ ടോണി ഫെർണാണ്ടസിന്റെ ഒക്കെ ആ സഹകരണം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് വലുതായി വന്നത്. ഈ അവസരത്തിൽ പൊന്നമ്മ ചേച്ചിയെ അനുശോചനം നടത്തുമ്പോൾ നമുക്ക് ഒരു സങ്കടം കൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങേയറ്റം ഹൃദയഭേദമായ സങ്കടത്തിലാണ്. ജനസേവാ ശിശുഭവന് നിരവധി പ്രതിസന്ധികൾ നടന്നു പറയുന്നത്, ഞങ്ങൾ കുട്ടികളെ തെരുവിൽ നിന്നും വിഷാദ സംഘടനകൾ രക്ഷപ്പെടുത്തി വരുമ്പോൾ ആ വിഷാദക മാഫിയകൾ തന്നെ ജനസേവയ്ക്കെതിരെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു സ്റ്റേറ്റിലെ പിള്ളേരാണ് ഇവിടെ എല്ലാവരും. അപ്പോൾ മറ്റു സ്റ്റേറ്റിലെ കുട്ടികളെ ഇവിടെ നിർത്താൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു.
ആ നിയമത്തിന് എതിരെ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. പൊന്നമ്മ ചേച്ചി എന്താ പറയുക 24 മണിക്കൂറും സമരങ്ങളിൽ പോലും പങ്കെടുത്തിട്ടുണ്ട്. അതിന് അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് ജനസേവ ശിശുഭവനെ ഉയർത്തിക്കൊണ്ടതിനു വേണ്ടി വലിയൊരു പങ്ക് വഹിച്ച ഒരു വലിയ അമ്മച്ചിയാണ് പൊന്നമ്മ ചേച്ചി. പൊന്നമ്മ ചേച്ചിയുടെ ഈ അനുശോചനത്തിൽ നമ്മളെല്ലാവരും വളരെ ദുഃഖിതരാണ്. ഈ അവസരത്തിൽ പൊന്നമ്മ ചേച്ചിക്ക് നിത്യശാന്തി ഞങ്ങൾ നിത്യശാന്തി നേരുന്നു. സ്വർഗരാജ്യം തീർച്ചയായിട്ടും പൊന്നമ്മ ചേച്ചി കിട്ടും. പൊന്നമ്മ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന രണ്ടുപേർക്കും ഞങ്ങളുടെ എല്ലാവരും പേരിൽ ഞങ്ങളുടെ അനുശോചനം അറിയിക്കുകയാണ്. ആലുവയിലെ ഹോട്ടൽ മഹനാമി ഓഡിറ്റോറിയത്തിൽ ജനസേവയുടെ നേതൃത്വത്തിൽ നടത്തിയ കവിയൂർ പൊന്നമ്മ അനുസ്മരണം അണഞ്ഞുപോയ കാവൽ വിളക്കിനോടുള്ള ആദരവായി മാറി. കവിയൂർ പൊന്നമ്മയുടെ ഛായാചിത്രത്തിന് മുൻപിൽ ഒത്തുചേർന്നവരെല്ലാം പുഷ്പാർച്ചന നടത്തി. കവിയൂർ പൊന്നമ്മയുടെ സഹോദര പത്നി ജയ മനോജും കൊച്ചുമകൾ ഭാവന മനോജും അനുസ്മരണ ചടങ്ങിൽ ഉണ്ടായിരുന്നു. പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ജനസേവ ശിശുഭവനിൽ പോകുമ്പോഴാണ് ഞാനും ഹൈദരാലിയൊക്കെ, പക്ഷേ അതുകൊണ്ട് തന്നെ വന്ന് കുട്ടികളായിട്ട് സംസാരിക്കുകയും സ്നേഹമായിട്ട് പെരുമാറുകയും ചെയ്യുന്ന കവിയൂർ പൊന്നമ്മയെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇത്രയും ഒരു അമ്മയുടെ സ്നേഹം കാണിക്കാൻ കഴിവുള്ളവർ മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല. ജനസേവ ശിശുഭവൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോൾ അധ്യക്ഷനായിരുന്നു. ജനസേവാ ചെയർമാൻ ജോസ് മാവേലി, സാമൂഹ്യ പ്രവർത്തകരായ ചിന്നൻ ടി പൈനാടത്ത്, ഹംസക്കോയ, ജോബി തോമസ്, അഡ്വക്കേറ്റ് ടി ഇ ഇസ്മായിൽ, ജാവൻ ചാക്കോ, സാബു പെരിയാരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഒരു ദിവസം ഞാനും റിസർവ് ബാങ്ക് ഗവർണറാകും. നോട്ടിൽ സൈൻ ചെയ്യും. PDTP മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്. നല്ല ശീലങ്ങൾ വളരട്ടെ, ഈ നാട് ഉണരട്ടെ. MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി.